ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് മൊത്തം രേണുസുതി, ദാസേട്ടന് പ്രജീഷ്. ഈ ദാസേട്ടനെ പ്രജീഷിനെയൊക്കെ ഒഴിവാക്കി വിട്. പക്ഷെ രേണുസുതി, നിങ്ങൾ ഇതിലൊക്കെ ഒഴുകി നടക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ. നിങ്ങളെ വെറുക്കുന്നവർക്ക് എങ്ങനെയൊക്കെ ട്രോളാൻ പറ്റുമോ, എങ്ങനെയൊക്കെ കമൻ്റ് ഇട്ട് ചീത്ത വിളിക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ പരിഹസിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഇതൊക്കെ പോസിറ്റീവാണെന്നുള്ളത്. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അമ്മച്ചി, ഇപ്പോഴും പറയുന്നു. പോസിറ്റീവാണെന്ന് വിചാരിക്കല്ല കേട്ടോ. പകുതിയും നിങ്ങളെ പ്രാകുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഓൺലൈനിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളത്. അതാദ്യം അമ്മച്ചി ഒന്ന് മനസ്സിലാക്കണം. കുറച്ചെങ്കിലും വിവരബോധം ഉണ്ടെങ്കിൽ മനസ്സിലാവും. അതില്ലാത്ത ആളോട് പിന്നെ പറയാതിരിക്കുന്നതായിരിക്കും ഭേദം. കാരണം മനസ്സിലാവത്തില്ല. താൻ എന്തോ വലിയ സംഭവമാണെന്ന് സ്വയം വിചാരിച്ച് നടക്കുന്ന ചില വാഴകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ആ കൂട്ടത്തിൽ പെട്ടതാണ് രേണുസുതി അമ്മച്ചി. ഒരു ദിവസമെങ്കിലും രേണുസുതിനെ കാണാതിരിക്കാൻ നിങ്ങളാര് ദൈവമോ? ഡെയിലി രാവിലെ എഴുന്നേറ്റിട്ട് പൂജിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രാവിലെ വന്നിട്ട് എഴുന്നേറ്റിരുന്ന് രേണുസുതിനെ കാണട്ടെ, ഇല്ലെങ്കിൽ ഉറക്കം വരത്തില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒന്ന് പോതള്ളേ. ആ ഇൻഷുറൻസ് കിട്ടുന്ന വരെ തള്ള ഇതുപോലൊക്കെ അങ്ങ് നടക്കും. ആ ഇൻഷുറൻസിൻ്റെ തുക കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സുധിച്ചേട്ടാന്നുള്ള കാര്യങ്ങൾ അങ്ങ് മറക്കും. ഇപ്പോഴേ മറന്നു. കാരണം സുധിച്ചേട്ടൻ മരിച്ച ദിവസം പോലും ഭാര്യയായ അമ്മച്ചിക്ക് ഓർമ്മയില്ല. ഇനി ആ പൈസയും കൂടെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ തീർന്ന്. അനുമോളും ലക്ഷ്മി എന്നൊക്കെ പറയുമ്പോൾ എന്താ പൊച്ച പിടിച്ചില്ല അമ്മച്ചിക്ക്. ആ കട്ടപ്പ തന്നെയാണ് അമ്മച്ചിക്ക് പറ്റിയ കൂട്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ടും ചേരും. ദുബായിലെ, യുകെയിലെ, അമേരിക്കയിലെ, ബഹ്റൈനിലെ നാട്ടിൽ കാണിക്കുന്ന കോപ്രായങ്ങൾ പോരാഞ്ഞിട്ടാണ് ഇനി ഇവിടെയൊക്കെ പോയിട്ടുള്ള കോപ്രായങ്ങൾ കാണിക്കാൻ കൂടെ പോകുന്നത്. പിന്നെ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ കഴിവ് കണ്ടിട്ടാണ് ഇവരൊക്കെ വിളിക്കുന്നത് എന്നുള്ളത് വെറും തെറ്റിദ്ധാരണ. നിങ്ങൾ ആൾക്കാർ വിളിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ഈ നെഗറ്റീവ് റീച്ച് കണ്ടിട്ട് മാത്രമാണ്. അവരുടെ ആവശ്യം കഴിയുമ്പോൾ നിങ്ങളെ ആർക്കും വേണ്ട. കൂടി പോയാലൊരു കുറച്ച് നാളും കൂടെ കാണത്തുള്ളൂമായിരിക്കും ഇതൊക്കെ. അത് നിങ്ങൾക്കും അറിയാം. അതാണ് ഓരോ തവണ ഓരോന്നിൻ്റെ പിറകെ ഓരോന്നുണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് നിൽക്കണം എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഓരോ ഇൻ്റർവ്യൂവിലും ആൾക്കാരെ വിളിച്ച് വരുത്തി ഇൻ്റർവ്യൂ കൊടുത്ത് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. സൂപ്പർ ഹിറ്റോ? ആ സൂപ്പർ അങ്ങ് മാറ്റി വെച്ചിട്ട് ഹിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഹിറ്റല്ല, ഈ പാറ്റയ്ക്കും പല്ലിക്കൊക്കെ അടിക്കുന്ന ഹിറ്റ് ഉണ്ടല്ലോ, ആ ഹിറ്റ്. ഓക്കെ, അല്ലാതെ വേറൊരു ഹിറ്റ് ഞാൻ അവിടെ കണ്ടിട്ടില്ല. പാട്ടുകളെയൊക്കെ കൊന്ന് ഇവരുടെ കൂടെ ഇരിക്കുന്ന ആ അങ്ങേരം കൂടെ അഭിനയിച്ച എല്ലാ പാട്ടുകളെയും കൊന്ന് തിന്ന് എന്ന് പറയുന്നതാണ് ശരി. ഇനിയും അമ്മച്ചിയുടെ കൊന്ന തിന്നലുകൾ ഓരോ പാട്ടിനെയും നടക്കുന്നതാണ്. ദയവായി ഇതിനെയല്ല ബാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ശരിയെന്ന് ഡെയിലി രാവിലെ കാണുന്ന അമ്മച്ചി. ഞാനൊക്കെ ആണെങ്കിൽ ഇതിനെങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ദൈവമേ കാണല്ലേന്ന് ആഗ്രഹിക്കുന്നത്. പിന്നെ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഈ സാധനത്തിൻ്റെ കോപ്രായങ്ങൾ കാണുന്നു. അത്രേ ഉള്ളൂ. ശരിയെന്നാൽ.